ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ടു Adda24 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ IBPS RRB PO ആൻഡ് ക്ലർക്കിൻ്റെ ഫോം ഫില്ലപ്പ് ആണ്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും ഒന്നും കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഫോട്ടോ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ട്, അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത്, ഏതൊക്കെ സൈസിലാണ് ഇതൊക്കെ വേണ്ടതെന്ന് ജസ്റ്റ് നോക്കാം. ഫോട്ടോ ആണെങ്കിൽ ഫയൽ സൈസ് എന്ന് പറയുന്നത് 20 KB to 50 KB ആയിരിക്കണം. അതുപോലെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് 200 into 230 പിക്സൽസ് ആണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ഒരു ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്കിനി എക്സാം വരുന്ന സമയത്ത് എപ്പോഴും റീസൈസ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അടുത്ത സിഗ്നേച്ചർ ആണെങ്കിലോ ഡിമെൻഷൻ വന്നിട്ട് 140 into 60 പിക്സലാണ്. ഇനി ഫയൽ സൈസ് വന്നിട്ട് 10 KB to 20 KB, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. ഓക്കെ, ഇതിനകത്ത് പറയുന്നുണ്ട് ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് വേണ്ട ഡൂസ് ആൻഡ് ഡോൺസ് വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഒരു ചെറിയ മാറ്റം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയും വേണം, അതല്ല നമ്മുടെ വെബ് ക്യാം യൂസ് ചെയ്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോയും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യമാണ് പറയുന്നത്. എൻഷുർ ദാറ്റ് ദ ഫോട്ടോ ഇസ് ക്യാപ്ചേർഡ് അഗെയിൻസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദർ ഇസ് എ ആഡ്വക്കേറ്റ് ലൈറ്റ്. അതായത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ലൈറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതൊന്ന് കറക്റ്റാക്കി നിങ്ങൾ വെച്ചേക്കുക. അതുപോലെ വെബ് ക്യാം അതുപോലെ ക്യാമറ ഇതിന് നേരെ ലുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ്ലി നിങ്ങൾ നോക്കുക. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഡോൺസ് എന്തൊക്കെയാണ്? സ്മോൾ സൈസ് ഫോട്ടോഗ്രാഫ് ഈസ് ക്ലിക്ക്ഡ് ഓർ അപ്ലോഡഡ്. അതായത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ക്യാപ്ചർ ചെയ്യരുത്. പിന്നെ വെയറിങ് കളേർഡ് ഗ്ലാസസ് ഓർ സൺഗ്ലാസസ്. അപ്പോൾ കളേർഡ് ഗ്ലാസസോ അല്ലെങ്കിൽ സൺഗ്ലാസസോ ഒന്നും നമ്മൾ വിയർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഷാഡോ ഓൺ ഫേസ് or not facing the camera, distorted face covered with mask, blood image, ഇതൊന്നും അവർ എൻകറേജ് ചെയ്യിക്കില്ല. അവരത് എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് നോക്കിയേക്കുക. ഫോട്ടോ ടേക്കൺ ഇൻ ഡാർക്ക് ഓർ ഇംപ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത തമ്പ് ഇംപ്രഷൻ ആണ്. അതും ലെഫ്റ്റ് തമ്പാണ്. അതിന്റെ ഫയൽ സൈസ് വന്നിട്ട് 20 KB to 50 KB ആണ്. ഡിമെൻഷൻ 240 into 240 പിക്സൽ ആണ്. അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ ഡൈമെൻഷൻ 800 to 400 പിക്സൽ ആണ്. ഫയൽ സൈസ് 50 KB to 100 KB ആണ്. എല്ലാം JPG ഫോർമാറ്റ് ആണ് കേട്ടോ. ഇനി എന്താണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ? ക്യാപ് ലെറ്ററിൽ ഒന്നും നിങ്ങൾ ഇത് ചെയ്യരുത്. അതായത് ആ ഡിക്ലറേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഇതൊരിക്കലും നിങ്ങൾ ക്യാപ് ലെറ്ററിൽ എഴുതരുത്. ഇതൊരു പേപ്പറിനകത്ത് ഇതുപോലെ തന്നെ കോപ്പി ചെയ്ത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് ഈ ഫയൽ സൈസിലാക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ അതായത് കോമ ഇട്ടേക്കുക, കോമ ഇവിടെ നമ്മുടെ പേരെഴുതുക, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്, പേരെഴുതി comma hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. ഓക്കെ, ഇത് ഇൻവേർഡ് കോമ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യമാണ് എഴുതി കറക്റ്റായിട്ട് എഴുതി അത് ക്യാപ്ചർ ചെയ്ത് ഫയൽ സൈസിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇനി എങ്ങനെയാണിത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനു മുന്നേ നമ്മുടെ IBPS.in ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൂഗിളിൽ കയറുക, IBPS.in നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിലേക്ക് കയറുമ്പോൾ പണ്ട് വന്നിരുന്ന പോലെ അല്ല നമുക്ക് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ റീസെന്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീജിയണൽ റൂറൽ ബാങ്ക് 8th ആണ്. 8th വരുമ്പോൾ 7 ഇതിൽ നമുക്ക് ഓഫീസ് അസിസ്റ്റന്റ് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. ഓഫീസ് സ്കെയിൽ 1, 2, 3 ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓഫീസ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇന്റർഫേസിലേക്ക് പോവുകയാണ് ചെയ്യാനുള്ളത്. ഇനി അതല്ല, നമുക്ക് ഓഫീസർ സ്കെയിൽ 1, 2 ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഇതിൽ പോവാം. ഇത് രണ്ടും സെയിം തന്നെയാണ്, ആപ്ലിക്കേഷൻ എല്ലാം വരുന്നത്. ഇതിനകത്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പം ഞാൻ ഒരെണ്ണമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നമുക്ക്
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്തു, നമ്മുടെ അതായത് IBPS ഒരു ഇൻ്റർഫേസിലെത്തി, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ട ഇൻ്റർഫേസിലെത്തി. ഇതിനകത്ത് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയൊരു ആളാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. ആദ്യം ഫസ്റ്റ് നെയിം കൊടുക്കുക. ഫസ്റ്റ് നെയിമിൽ തന്നെ നിങ്ങൾ ഫുൾ നെയിം കൊടുത്തോളൂ. ലാസ്റ്റ് നെയിം, മിഡിൽ നെയിമോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് നെയിമിൽ ഫുൾ നെയിം കൊടുക്കുക. കൺഫേം ഫസ്റ്റ് നെയിം, ആ നെയിം ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ നെയിം ഇവിടെ ഡിസ്പ്ലേ ആവും. ലാസ്റ്റ് നെയിം, മിഡിൽ നെയിമും കൊടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് മൊബൈൽ നമ്പർ, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതുപോലെ അത് ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, അത് മാൻഡേറ്ററി അല്ല. ഈ നെക്സ്റ്റ് വരുന്ന മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഇമെയിൽ ID ആണ്. ഇമെയിൽ ID, നമ്മുടെ മെയിൽ ID കൊടുക്കുക, ഡൊമൈൻ നെയിം കൊടുക്കുക. അതേ ഇമെയിൽ ID തന്നെ താഴെ ഒന്ന് കൺഫേം ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി കോഡ് കൊടുത്ത് ഇവിടെ എന്ത് ചെയ്യണം, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത് വരുന്നതാണ്, അതായത് ഇത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ വരുന്ന ഏരിയ. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം, ക്യാപ്ചർ ചെയ്യുകയും വേണം. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നമ്മളിപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഉണ്ടല്ലോ, അത് നമുക്കതാ ഇവിടെ ചൂസ് ഫയൽ കൊടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കത് കാണിക്കും. ഇനി ക്യാപ്ചർ ചെയ്യാനാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ് ക്യാമറ യൂസ് ചെയ്തിട്ട് ഇതിൽ ക്യാപ്ചർ കൊടുത്ത് നമ്മൾ കറക്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലിരുന്ന് വെബ് ക്യാം ഒന്ന് ഓൺ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ അത് ക്യാപ്ചർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു ഇതിനകത്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോണിലെടുത്ത ഫോട്ടോ ആണ്, മൊബൈൽ വഴി നിങ്ങൾക്ക് എന്താണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ഹിയർ ടു സ്കാൻ ഉണ്ട്. ആ സ്കാൻ കൊടുത്ത് ആ ഒരു ഫോട്ടോയും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാന്നുള്ളതാണ്, അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സിഗ്നേച്ചർ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിഗ്നേച്ചർ ഇവിടെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ട് കോളംസ് നമ്മൾ ടിക്ക് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് നേരെ ചെന്ന് നെക്സ്റ്റിലേക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ജനറൽ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. അതിൽ നമ്മുടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. ജനറൽ ഉണ്ട്, EWS ഉണ്ട്, OBC, NCL ഉണ്ട്, അതായത് നോൺ ക്രീമി ലെയർ ആണ്. പിന്നെ ST, SC ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ കാറ്റഗറി കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. പിന്നെ നമുക്ക് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ്. അത് S ആണെങ്കിൽ താഴെ നമുക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഏതാണ്, സബ് ടൈപ്പ് ഏതാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് S ആണെങ്കിൽ അത് കൊടുക്കുക. നോ ആണെങ്കിൽ നമ്മൾ നേരെ പോവേണ്ട കോളം എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് വേറെ ഒരു കോളവും വരുന്നില്ലല്ലോ, ഇല്ല, നേരെ പോകേണ്ടത് ഈ ഒരു കോളത്തിലാണ്. അതായത് 1984 റിയോർഡ്സിൽ ഡൈഡ് ചെയ്ത ഫാമിലി മെമ്പർ എങ്ങാനോ ആണോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അത് S ആണെങ്കിൽ S, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിലീജിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്, റിലീജിയൻ കൊടുക്കുക. പിന്നെ മൈനോറിറ്റി ആണെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് എക്സ് സർവീസ് മെൻ ആണ്. എക്സ് സർവീസ് മെൻ ആണെങ്കിൽ S കൊടുക്കുക. എന്നിട്ട് താഴെ നമുക്ക് എക്സ് സർവീസ് മെന്ന് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കേണ്ടി വരും. നോ ആണെങ്കിൽ വീണ്ടും നമുക്ക് നെക്സ്റ്റ് പോവാം. ഡിസേബിൾഡ് എക്സ് സർവീസ് മെൻ ആണോ ചോദിക്കുന്നുണ്ട്. അതും എന്താണ്, S ആണെങ്കിൽ S, നോ ആണെങ്കിൽ നോ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എക്സ് സർവീസ് മെന്നിന്റെ കാര്യങ്ങളാണ് താഴോട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഇനി നമുക്ക് സാധാരണ കൊടുക്കേണ്ടത് നേരെ പോയിട്ട് ഇവിടെയാണ്, ഏജ് റിലാക്സേഷൻ, വിഡോ, ഡിവോഴ്സ്ഡ് വുമൺ ആണോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അത് S ആണെങ്കിൽ S കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അടുത്തിനി നമ്മൾ നേരത്തെ, അതായത് നമ്മുടെ RRB നേരത്തെ അപ്പിയർ ചെയ്തിട്ടുണ്ടോ, എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് S ആണെങ്കിൽ S കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അപ്പം നമുക്കിവിടെ ഹൗ മെനി അറ്റംപ്റ്റ്സ് വരും. ഹൗ മെനി അറ്റംപ്റ്റ്സിൽ നിങ്ങൾ മെയിൻസ് പാസ്സായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് മെയിൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് ഏതൊക്കെയാണ് നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് ചൂസ് ചെയ്യാം. ഇനി അത് മസ്റ്റ് ആണ്, അവർ പറയും കേട്ടോ. S ആണെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നോ ആണെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നോക്കിക്കേ, നാഷണാലിറ്റി നമ്മൾ കൊടുക്കണം. നാഷണാലിറ്റി മാൻഡേറ്ററി ആണ്, അത് കൊടുക്കുക. അതുപോലെ ഏത് സ്റ്റേറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് അത് കൊടുക്കുക. കേരളമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ കേരളം കൊടുക്കുക. ഇനി സെന്റർ ഓഫ് പ്രിലിമിനറി എക്സാമിന്റെ സെന്റർ ഇവിടെയുണ്ട്. ഇത്രയും സെന്റേഴ്സ് ആണ് പ്രിലിമിനറി എക്സാംസിനുള്ളത്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ.
ഓക്കെ, ഇനി മെയിൻസ് എക്സാമിനേഷൻ സെന്റർ കൊടുക്കണം. അത് നമുക്ക് 3 സെന്റേഴ്സേ ഉള്ളൂ, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം. ഏതാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ID കൊണ്ടുവരുന്ന കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ID ഇൻഫർമേഷൻ തന്നെയായിരിക്കണം നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോഴും കൊടുക്കേണ്ടത്, കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ID ഏതാന്ന് വെച്ചാൽ അത് നമ്മൾ ഇവിടെ ടിക്ക് കൊടുക്കുക. ID പ്രൂഫിനകത്ത് ഇതിനകത്ത് ഇത്രയും പ്രൂഫുകളുണ്ട്. ID പ്രൂഫിനകത്ത് ചോദിക്കുന്നത് പാൻ കാർഡ്, പാസ്പോർട്ട്, പെർമനന്റ് ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് കാർഡ്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, ഫോട്ടോ ഐഡന്റിറ്റി ഇഷ്യൂഡ് ബൈ ഗസറ്റഡ് ഓഫീസർ ഓൺ ഒഫീഷ്യൽ ലെറ്റർ ഹെഡ്, പിന്നെ ഫോട്ടോ ഐഡന്റിറ്റി proof issued by people's representative on official letterhead, പിന്നെ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ എ റെക്കഗ്നൈസ്ഡ് കോളേജ്, ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ആധാർ കാർഡ്, ഈ ആധാർ കാർഡ് വിത്ത് എ ഫോട്ടോഗ്രാഫ്, എംപ്ലോയി ID, ബാർ കൗൺസിൽ ഐഡന്റിറ്റി കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്. അപ്പൊ ഇത്രയും ഐഡന്റിറ്റി കാർഡ്സ്, ID പ്രൂഫുകൾ അവർ സ്വീകരിക്കും. അപ്പൊ ഇതിൽ ഏതാന്ന് വെച്ചാൽ നമ്മൾ ID പ്രൂഫ് കൊടുക്കുക, അതിന്റെ ID പ്രൂഫ് നമ്പർ നമ്മൾ കൊടുക്കാനായിട്ട് അത് മസ്റ്റ് ആയിട്ടും കൊടുത്തേക്കണം. എന്നിട്ട് എക്സാമിന് പോകുമ്പോൾ ഈ ID പ്രൂഫ് തന്നെ നിങ്ങൾ ക്യാരി ചെയ്യുക. ഓക്കെ, ഇനി kindly indicate medium of paper, how would you like the paper to be presented to you. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് വരും, ഒന്ന് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, പിന്നെ ഒന്ന് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആണല്ലോ, അപ്പൊ അത് ചൂസ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡേ മന്ത് ഇയർ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക, ജെൻഡർ കൊടുക്കണം, ആധാർ കാർഡ് നമ്പർ അത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ആധാർ കാർഡ് നമ്പറും പാൻ കാർഡ് നമ്പറും മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് ട്വിൻ ബ്രദറും സിസ്റ്ററും ഉണ്ടോയെന്ന് ഉള്ളതുണ്ട്. എസ് ആണെങ്കിൽ അവരുടെ മെയിലും പേരും കൊടുക്കണം, അവരുടെ ജെൻഡറും പേരും കൊടുക്കണം. നോ ആണെങ്കിൽ നേരെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസിൽ പോകും. അൺമാരിഡ് ആണോ, മാരിഡ് ആണോ, വിഡോവർ, ഡിവോഴ്സ്ഡ്, ജുഡീഷ്യലി സെപ്പറേറ്റ്, അത് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. ഇനി ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, സ്പൗസ് നെയിം കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അഡ്രസ്സ്, കറസ്പോണ്ടന്റ് അഡ്രസ് ആണ്, അതിൽ അഡ്രസ്സ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, പിൻകോഡ് ഇത്രയും കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പെർമനന്റ് അഡ്രസ് ആണ്. പെർമനന്റ് അഡ്രസ്സ് നമ്മുടെ സെയിം കറസ്പോണ്ടന്റ് അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പൊ ബാക്കി ഇവിടെ വരും. അതല്ല നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് വേറെ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഫില്ല് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അഡ്രസ് ഫോർ GST ഇൻവോയ്സ് ചോദിക്കുന്നുണ്ട്, അത് കറസ്പോണ്ടന്റ് അഡ്രസ് ചോദിക്കുന്നുണ്ട്, പെർമനന്റ് ആണ്. അപ്പൊ നമുക്ക് കറസ്പോണ്ടന്റ് അഡ്രസ്സിനാണ് GST ഇൻവോയ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എമൗണ്ട് ഇവിടെ 850 രൂപ എങ്ങാണ്ടോ ആണ് കേട്ടോ ഫീസ്, 850 ആണ് ഫീസ് വരിക. അപ്പോൾ എമൗണ്ട് ഇവിടെ ഉണ്ടാവും, നോക്കുക. എന്നിട്ട് വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കരുത്. വാലിഡേറ്റ് ചെയ്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ നമ്മൾ എന്താണ് കറക്റ്റ് ആക്കിയിട്ടേ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാവുള്ളൂ. ഇവിടെ താഴെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ 1 എറർ ഫൗണ്ട് അങ്ങനെ എഴുതി കാണിക്കും. അത് ഏതൊക്കെയാണ് ആ എറർ നോക്കി മേലോട്ട് ചെന്ന് അത് കറക്റ്റ് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, പിന്നെയും വാലിഡേറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാവുള്ളൂ. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. 27/6/2024 പ്രകാരം വരുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അതിൽ നമ്മൾ എന്തായാലും ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഇപ്പം ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നാലും നമ്മുടെ എന്താ പറയുക PO ആയിരുന്നാലും നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതിൽ നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ട് കേട്ടോ. ഗ്രാജുവേഷൻ ഏതൊക്കെയാണെന്നുള്ളത് ഇതിനകത്തുണ്ട്, ഏതൊക്കെ ഗ്രാജുവേഷൻ ഉള്ളതെന്നുണ്ട്. അതായത് BSc ഉണ്ട്, BCom ഉണ്ട്, BA ഉണ്ട്, BTech ഉണ്ട്, അല്ലെങ്കിൽ BE, മാനേജ്മെന്റ്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BPharm, BArch, Law, CA, CS, ICWA, അതേഴ്സ്. അപ്പൊ ഇത്രയും ഉണ്ട്. ഇതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കൊടുക്കാം. എന്നിട്ട് അതിന്റെ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ് കൊടുക്കാം, അവിടെ തന്നെ ഡിസ്പ്ലേ ആവും. പിന്നെ ഡേറ്റ് ഓഫ് പാസിംഗ് കൊടുക്കുക, പെർസെന്റേജ് ഓഫ് മാർക്സ് കൊടുക്കുക, ക്ലാസ് ഓർ ഗ്രേഡ് കൊടുക്കുക. ഓക്കെ, ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അത് നിർബന്ധമൊന്നുമല്ല. പിന്നെ നമുക്ക് പ്രിഫറൻസ് കാര്യങ്ങളുള്ളത് കൊണ്ട് PG കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. PG, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ നോളജിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്നുള്ള കാര്യം അത് S തന്നെ കൊടുക്കണം കേട്ടോ. S കൊടുത്തിട്ട് നമുക്ക് എന്ത് നോളജാണ്, ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് വേറെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡീഡ് ആസ് എ സബ്ജക്റ്റ് എന്ന് കൊടുത്താൽ മതി ആ ഒരു കോളത്തിനകത്ത്. ഇനി നമുക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയാവോ, അതായത് ഞാൻ നോട്ടിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 8ാം ക്ലാസ്സിന് മേളിലോട്ട് നമ്മൾ എന്ത് പഠിച്ചിരിക്കണം, ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഈ പറയുന്ന മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്
വേറെ പ്രൊഫഷൻസി ലാംഗ്വേജ് ടെസ്റ്റിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി പഠിച്ചിട്ടില്ല, നമ്മൾ CBSE സ്റ്റുഡൻസ് ആണ്, നമ്മൾ ഹിന്ദി ലാംഗ്വേജ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊഫഷൻസി ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എസ് വേണമെങ്കിലും കൊടുക്കാം, നോ വേണമെങ്കിലും കൊടുക്കാം. എസ് ആണെങ്കിൽ ഇവിടെ മലയാളം കൊടുക്കേണ്ടിട്ട്, നോ ആണെങ്കിൽ ഓക്കെ നമ്മുടെ എന്താണ് PLT ടെസ്റ്റ് നടത്തുന്ന സമയത്തായിരിക്കും അതിന്റെ ബാക്കി കാര്യങ്ങൾ, റീഡ് റൈറ്റ് സ്പീക്ക് ഒക്കെ ആ സമയത്തായിരിക്കും ചോദിക്കുന്നത്. അതിപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് എസ് നോയും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 8th സർട്ടിഫിക്കറ്റിന് മേലോട്ടുള്ളതിൽ നമ്മൾ സർട്ടിഫിക്കറ്റിനകത്ത് മലയാളം ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക, മലയാളം ചൂസ് ചെയ്യുക. നോ ആണെങ്കിൽ നോ ആയിട്ട് തന്നെ അവിടെ ഇട്ടിരുന്നാൽ മതി, അത് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് മലയാളം എഴുതുകയും വായിക്കുകയും അവർ പറയുന്നത് എന്താണോ അത് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 6 മാസം നമുക്ക് എന്തുണ്ടാവും തരും. ഓക്കെ, ഇപ്പം മലയാളം തീരെ അറിയാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പേര് കാണാം. അപ്പം നിങ്ങൾക്ക് ഒരു 6 മാസത്തെ പഠിച്ചെടുക്കാനുള്ള സമയം ഉണ്ടാവും, പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും NBFC എന്നാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഇതിന്നാണെങ്കിലോ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രസന്റ്ലി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ എസ് കൊടുത്ത് തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുക. നോ ആണെങ്കിൽ അവിടെ വേറെ ഒന്നും കൊടുക്കണ്ട. ഇനി നമുക്ക് നേരെ പെറ്റിന്റെ കാര്യമാണ്. അത് SC ST OBC മൈനോറിറ്റി എക്സ് സർവീസ് മെൻ ഡിസേബിൾഡ് എക്സ് സർവീസ് മെൻ ഉള്ളതാണ് ഈ പ്രീ എക്സാം ട്രെയിനിങ്. അത് വേണം എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. സെൻറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ എസ് ആണെങ്കിൽ നമ്മൾ സെൻറ്ററും കാര്യങ്ങളൊക്കെ അവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് എന്തെങ്കിലും പ്രോസിക്യൂഷൻസോ അതുപോലെ ഡിറ്റൻഷൻ, ഫൈൻ, കൺവിക്ഷൻ, സെൻറ്റൻസ് അഗെയിൻസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. ഓക്കെ, ഇനി എന്ത് പർട്ടിക്കുലേഴ്സ് ആണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം നോ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പം നോ കൊടുത്തിരുന്നാൽ മതി. ഇനി ലാംഗ്വേജസ് നോൺ ഇവിടെ സെലക്ട്, പണ്ടാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ചെയ്യണമായിരുന്നു, ഇപ്പം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. സെലക്ട് കൊടുക്കുമ്പം ഇംഗ്ലീഷ്, ഹിന്ദി അതേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തത്, പിന്നെ ഇതിൽ ഒരു ലാംഗ്വേജ് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് മാൻഡേറ്ററി വന്നിട്ടുള്ളത്, ബാക്കി നമുക്ക് ചൂസ് ചെയ്യാം. ഇനി റീഡ് റൈറ്റ് സ്പീക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. വാലിഡേറ്റ് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് വരുന്നത് ബാങ്ക് പ്രിഫറൻസ് ആണ്. അതിൽ നമുക്ക് ആകെ നമ്മൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പം ഒരൊറ്റ ബാങ്കുകൾ കേരള ഗ്രാമീൺ ബാങ്ക്, ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇപ്പുറത്ത് വരും, ആ പ്രിഫറൻസ് വരും. വാലിഡേറ്റ് ചെയ്ത് നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷന് മുന്നേ നമുക്ക് പ്രിവ്യൂ ഉണ്ടാവും, ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഉണ്ടാവും. അപ്പോൾ ഫുൾ ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ വന്ന് ബാക്കിലോട്ട് പോയി അത് തെറ്റ് എഡിറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് കറക്റ്റ് ആണ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഡിക്ലറേഷൻ വരും. ഡിക്ലറേഷനിൽ ഐ എഗ്രി കൊടുക്കണം. പിന്നെ ഐ കൺഫേം ദാറ്റ് മൈ നെയിം ആസ് ഫിൽഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം എക്സാക്ട്ലി മാച്ചസ് ദ നെയിം ഇൻ ID പ്രൂഫ്. അപ്പോൾ ID പ്രൂഫിലുള്ള അതേ നെയിം തന്നെയാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഫയൽ ചെയ്തപ്പോൾ ഉള്ള നെയിം, അത് ക്ലിക്ക് കൊടുക്കുക. അല്ല നിങ്ങൾ ആപ്ലിക്കേഷനിലും ID പ്രൂഫിലും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് അതേ രീതിക്കുള്ള ID പ്രൂഫ് തന്നെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ ഏതാണോ നെയിം കൊടുത്തത് അതുപോലത്തെ ഉള്ള ID പ്രൂഫ്, അതായത് ഇനിഷ്യൽസിലൊക്കെ മാറ്റം ഉണ്ടല്ലോ അതേ ID പ്രൂഫ് തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ നെയിം മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. നെയിം ഇപ്പോൾ എവിടെയെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എക്സാമിന് കയറുന്ന സമയത്ത് അതിൻ്റെ പ്രൂഫ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ, അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ നമുക്ക് സൈനും ഡേറ്റ് ഒക്കെ ഉണ്ടാവും, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് ആണ്. അതായത് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും, ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ഫയൽ കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് സെക്യൂരിറ്റി കോഡും കൂടെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് നമുക്ക് പേയ്മെന്റ് വിൻഡോ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ്, അതുപോലെ നെറ്റ് ബാങ്കിങ്, UPI എന്ത് വേണം നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ഡയറക്ട്ലി അതിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ നടക്കുള്ളൂ, അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോട്ടലി ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, തെറ്റൊന്നും കൂടാണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത 24/7 ഇപ്പോൾ ഫ്ലാഷ് സെയിൽ നടക്കുന്ന കാര്യം അറിയാലോ. ഇന്ന് രാത്രി 12 മണിയോടുകൂടി അത് എൻഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് 1999 രൂപയേ ഉള്ളൂ. ഇനി നിങ്ങൾ Y340 കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും കുറച്ചും കൂടി നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടുന്നതായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ലൈവ് ബാച്ച് 3 ഉണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ 4th ബാച്ച് ഉണ്ട്, റെയിൽവേ ബാച്ച് ഫൗണ്ടേഷൻ 2 ഉണ്ട്, ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് June 18th. അങ്ങനെ നമുക്ക് ഒരുപാട്
പാക്കുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് 1999 രൂപയ്ക്കാണുള്ളത്. അപ്പോൾ Y340 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിഡക്ഷനിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് IBPS RRBക്ക് ഒരു ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഫുൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.